ശ്രീ ഗോപികൃഷ്ണൻ, ഈ ടാക്സ് അടച്ചു എന്നതുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുണ്ടാക്കിയ പണം നിയമവിധേയമാകുന്നില്ല. ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വഴി അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നികുതി അടയ്ക്കുക എന്നുള്ളത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിനെ വെളുപ്പിക്കുവാനുള്ള വഴിയല്ല. മണി ലോണ്ടറിങ് നിയമപ്രകാരം നികുതി അടച്ചാണ് ഒരു തെറ്റായ രീതിയിൽ അവിഹിതമായിട്ട് ധനമാർജിച്ചതെങ്കിൽ അത് വിഹിതമാകുന്നില്ല. എപ്പോഴാണോ ഒരു ക്രൈമിൽ നിന്നും, അഴിമതിയോ വാട്ടെവർ ഇറ്റ് ബി, ഒരു ക്രൈമിൽ നിന്നും ജനിതകമായ ഒരു പണം നിയമപരമാണ് എന്ന് നാം ക്ലെയിം ചെയ്യുന്നത്, അതാണ് ലോണ്ടറിങ്. അപ്പോൾ ഈ നികുതി അടച്ചു എന്നത് തന്നെ മണി ലോണ്ടറിങ് ആക്ടിൻ്റെ റെലവൻറ്റ് പ്രൊവിഷൻസ് 3 and 4 അട്രാക്ട് ചെയ്യപ്പെടുവാനുള്ള ഒരു വഴിയാണ്. ഇവിടെ വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നതും നമ്മുടെ പരമ്പരാഗത ക്രൈംസും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോർപ്പറേറ്റ് സൗധങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ സംവിധാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അഴിമതി മൂലവും മറ്റു വഴികളിലൂടെയും പണമുണ്ടാക്കുക, അത് നിയമപരമാണ് എന്ന് ക്ലോത്ത് ചെയ്ത് പലതരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കി ഷെൽ കമ്പനികളിലൂടെയും മറ്റും പണം ആർജിച്ചെടുക്കുക. അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം അധികാരം കൊടുത്തിട്ട് PMLA നിയമം കൊണ്ടുവന്നത്. നിയമപരമായിട്ട് ഈ അന്വേഷണം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോവുകയാണ് ചെയ്യേണ്ടത്. നാം ഈ ഒഫൻസിനെ കുറിച്ച് ഇതിൻ്റെ കഥകൾ മുഴുവൻ പാരായണം ചെയ്യാതെ ഇന്നത്തെ പരിമിതമായ ഈ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെർച്ചിനെ തടഞ്ഞ് ഇത്ര തരത്തിൽ അക്രമം അവിടെ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നോ? അവർ ആ വീട്ടിൽ വന്ന് പരിശോധിച്ച് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ അതിനെ അനുവദിക്കുകയായിരുന്നില്ലേ വേണ്ടത്? അത് വെക്സേഷ്യസ് സെർച്ച് ആയിരുന്നെങ്കിൽ കോടതിയിൽ പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇന്ന് പ്രതിപക്ഷ നേതാവാണ്. ഇവരെല്ലാം നിയമത്തെ, അവരുടെ സത്യപ്രതിജ്ഞ പ്രകാരം ഈ നിയമത്തെ മാനിക്കുവാനും നിയമപരമായിട്ടുള്ള വഴികളെ ഉയർത്തിപ്പിടിക്കുവാനും ബാധ്യസ്ഥരായിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ സത്യപ്രതിജ്ഞ തന്നെ അതാണ്. എന്നിരിക്കെ നിയമപരമായിട്ടുള്ള വഴികളൊക്കെ ഉള്ളപ്പോൾ ഇവരെ സെർച്ച് ചെയ്യുവാൻ അനുവദിക്കില്ല എന്നൊരു മർക്കടമുഷ്ടി കാണിച്ച് അണികളെ ഇളക്കി വിട്ട് ഇത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയതിനകത്ത് ഒരു നീതീകരണവുമില്ല. ഇവിടെ ഇന്നത്തെ ദിവസം ഇതാണ് ശ്രീ ഗോപികൃഷ്ണൻ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.